ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 10. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. സത്യം പ്രവർത്തിക്കുന്നവനോ വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. ഒന്നിനും ആകാശിനെ അവൻ്റെ കടുത്ത വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞില്ല. ഒരു ട്രക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആകാശിനെ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ മിഷണറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 8 ഓപ്പറേഷനുകൾ കൊണ്ട് തകർന്ന എല്ലുകൾ നന്നാക്കിയെങ്കിലും അവന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. വിഷാദം ആരംഭിച്ചു. ആകാശിൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അവനായിരുന്നു. എന്നാൽ അവരെ പോറ്റാൻ അവന് കഴിയാതിരുന്നതിനാൽ ആകാശിൻ്റെ ലോകം കൂടുതൽ അന്ധകാരമയമായി. ഒരു ദിവസം ഒരു സന്ദർശകൻ ആകാശിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് അവൻ്റെ ഭാഷയിൽ വായിച്ചു കേൾപ്പിക്കുകയും അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ സൗജന്യദാനമായ ക്ഷമയുടെയും രക്ഷയുടെയും പ്രത്യാശയാൽ സ്പർശിക്കപ്പെട്ട ആകാശ് അവനിൽ വിശ്വാസമർപ്പിച്ചു. അവൻ്റെ വിഷാദം പെട്ടെന്ന് വിട്ടുമാറി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ പുതിയ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ അവൻ ആദ്യം ഭയപ്പെട്ടു. ഒടുവിൽ അവൻ തൻ്റെ കുടുംബത്തോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവരിൽ 6 പേർ യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം അന്ധകാര ലോകത്തിൽ പ്രകാശനാളമാണ്. അതിൽ നാം വായിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു എന്നാണ്. യേശുവിൻ്റെ വചനം കേട്ട് അവനെ അയച്ചവനിൽ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് നാം കണ്ടെത്തുന്നു. യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. തീർച്ചയായും സത്യം പ്രവർത്തിക്കുന്നവനോ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കാം, എന്നാൽ യേശു അതിലും വലിയവനാണ്. അവൻ വന്നത് നമുക്ക് ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനത്രേ. ആകാശിനെ പോലെ ലോകത്തിൻ്റെ പ്രത്യാശയും എല്ലാ മനുഷ്യരാശിയുടെയും വെളിച്ചവുമായ യേശുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. ചിന്തിക്കുക, ലോകത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ കീഴടക്കാൻ ഭീഷണി ഉയർത്തുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ സന്ദേശവും സാന്നിധ്യവും നിങ്ങളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.